ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമിയായ പഞ്ചാബ് ധീരതയുടെയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും നാടാണ്. ഞാനിവിടെ വന്നല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഗോൾഡൻ ടെമ്പിളും ഇവിടുത്തെ സിഖ് മതത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ആ ഒരു കാഴ്ചയും ഒക്കെയാണ്. രക്തസാക്ഷികളുടെ ഓർമ്മകളാൽ നിറഞ്ഞ ഒരു ചരിത്ര സ്ഥലമാണ് ഈ ജാലിയൻവാല ബാഗ്. പഞ്ചാബ് യാത്രയിൽ മറക്കാനാകാത്ത മറ്റൊരു അനുഭവമാണ് നമ്മുടെ വാഗ ബോർഡർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ അതിർത്തി, അവിടെ കാണുന്ന ആ പരേഡും എല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പഞ്ചാബിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക്, പഞ്ചാബിൻ്റെ ഹൃദയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പം ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ അമൃത്സറിലാണ്. നമ്മുടെ ഗോൾഡൻ ടെമ്പിളും അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ രാജസ്ഥാനിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇന്ന് രാവിലെ അമൃത്സറിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ ഫ്രഷപ്പായിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ. ഇപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ അമൃത്സർ ടൗണിലാണ്. ഇവിടെ നിന്നാണ് ഇനി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ മറ്റേ ഗോൾഡൻ ടെമ്പിൾ കാണാൻ ഇറങ്ങിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് ക്യാമറ യൂസ് ചെയ്യണതിൽ. നമുക്ക് നോക്കാം, മാക്സിമം നല്ല വീഡിയോസ് എടുക്കാൻ നോക്കാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ബാക്കി സംഭവം കാണിച്ചു തരാം. നമ്മൾ മെയിൻ സിറ്റിയിൽ ഈ വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. നേരെ നമ്മളിത് നേരെ പോകുമ്പോൾ നമ്മുടെ ജാലിയൻവാല ബാഗ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസാണ് ജാലിയൻവാല ബാഗ്. ഇത് നേരെ പോകുന്നത് നമ്മുടെ ജാലിയൻവാല ബാഗാണ്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. പക്ഷേ ഗോൾഡൻ ടെമ്പിളിനകത്ത് വീഡിയോസ് എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് അവിടത്തേക്ക് ബിൽഡിങ്സ് ആണ്. ഇത് അവിടുത്തെ ഒരു രാജാവിൻ്റെ സ്റ്റാച്യു കാര്യങ്ങളാണ് ഈ സംഭവം. ഇതൊരു സ്ട്രീറ്റാണ്, ഒരു വലിയ സ്ട്രീറ്റാണ് സംഭവം. ഇവിടെ നിന്ന് ബോയ്സൊക്കെ തലയിലൊരു തുണി കെട്ടണം, ഗേൾസിന് ഷോൾ ഇട്ടാലും മതി. ഇവിടെ നേരെ പോകുന്ന സംഭവം ജാലിയൻവാല ബാഗ്. അവിടെ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നത്. രണ്ട് അടുത്തടുത്താണ്. നല്ല തിരക്ക് പിടിച്ചൊരു സംഭവമാണ് ഇവിടെ ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നല്ല തിരക്ക്, ബാക്കി ബിൽഡിങ്സും കാര്യങ്ങളും ഈ സംഭവമൊക്കെ ഉണ്ട്. റെഡ് സംഭവമാണ് ജാലിയൻവാല ബാഗ്. അതിൻ്റെ സംഭവം അതിനകത്ത് കയറിയാൽ കാണാൻ പറ്റും. വഴിയുണ്ട്, അവിടെ നിന്ന് ആൾക്കാർ കയറുന്നുണ്ട്. അവിടുത്തെ ഈ സംഭവമാണ്. ഇപ്പോൾ ഈ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കുറേ ആൾക്കാർ പ്രൊട്ടസ്റ്റ് നടത്തി. അപ്പോൾ അന്ന് ആ സമയത്ത് റൗലറ്റ് ആക്ടിനെതിരെ പ്രൊട്ടസ്റ്റുമായിട്ട് ഒരു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഈ ജാലിയൻവാല ബാഗിനകത്ത് വന്നു. അന്നത്തെ ജനറലായിരുന്ന ജനറൽ ഡയർ, അയാളും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പും കൂടെ ഈ എക്സിറ്റ് പോയിൻ്റ്, എൻട്രി പോയിൻ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഈ വന്ന ജനങ്ങൾക്ക് നേരെ ഫയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ മരിച്ചു. അപ്പോൾ ഇപ്പോൾ ആ ജാലിയൻവാല ബാഗ് ആ മരിച്ച ആൾക്കാരുടെ മെമ്മോറിയലിനായിട്ടാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്.
ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ്. ഇതാ നേരെ കാണുന്ന സംഭവം. ഇനി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവാം. ഇവിടെ നിന്ന് വെളിയിറങ്ങി ആ സൈഡിലാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളും കാര്യം പറഞ്ഞത്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പഞ്ചാബി വന്നിട്ട് പഞ്ചാബി ബിരിയാണി കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ അല്ലേ? ഇതാണ് പഞ്ചാബി ബിരിയാണി, പഞ്ചാബി ചിക്കൻ ബിരിയാണി. എങ്ങനെയുണ്ട് കേട്ടോ? നൈസല്ലേ? ഉച്ചയ്ക്കുള്ളതായിരുന്നു നമ്മുടെ പ്രത്യേക മസാലയൊക്കെ ഇട്ടുള്ള ഒരു പ്രത്യേക മസാലയാണ്. അത്യാവശ്യം എരി കൊള്ളാം, വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ച കണ്ടിട്ട് നേരെ കഴിക്കാൻ കയറി പഞ്ചാബി ചിക്കൻ ബിരിയാണി. ഇനി ഇവിടെ നിന്ന് ജാഗ ബോർഡറിലാണ് കാണാൻ പോകുന്നത്, അവിടുത്തെ ഷോയും കാര്യങ്ങളും. ഇപ്പോൾ കഴിക്കുന്നു, 5 മണിക്ക് ഷോ തുടങ്ങും, നേരെ അങ്ങോട്ട് പോകും. ഓക്കെ ബൈ. നല്ല മഴയുണ്ട്. ഇനി നമുക്ക് ഇതാണ് ബസ്, ഇതിലാണ് ഇനി പോണത്. അപ്പം ഇതൊക്കെയുള്ളൂ ഇനി വാഗ ബോർഡറിലെ കാഴ്ചകൾ. അവിടെ നല്ല രസമാണെന്നാണ് പറയണത്. പിന്നെ നമ്മുടെ സിനിമയിൽ കാണും പോലത്തെ പഞ്ചാബൊന്നും അല്ല ഇവിടെ, നല്ല വ്യത്യാസമുണ്ട്. അവിടുത്തെ ഗ്രാമോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കുറച്ച് സിറ്റിയിലാണ്, ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. പക്ഷെ മഴ ഉള്ളതുകൊണ്ട് ചൂടില്ല, അതൊരു നല്ല ഇതായിരുന്നു. അപ്പോൾ ഇനി അടുത്ത നമ്മൾ വാഗ ബോർഡറിലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ വാഗ ബോർഡറിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഒരു ബോർഡറാണ്. ബോർഡറിലെത്താൻ ഇന്ത്യയിലെ മെയിൻ ബോർഡർ ഇവിടെ നിന്നാണ് സംഭവം. ഇല്ല, അതിൻ്റെ അകത്തോട്ടാണ് ഇത് മെയിൻ. BSF അവിടെ ആളിരിക്കുന്നുണ്ടോ? സ്പെഷ്യൽ ടാസ്കിനൊക്കെ വേണ്ടി എടുക്കുന്ന വണ്ടിയാണ്. ഓ, പട്ടാളക്കാരൻ മണ്ട ഇരിപ്പുണ്ട്. സൂം ചെയ്ത് കാണിച്ചത്.
സെറ്റ്. സീൻ മാമ സീൻ. ഇത് വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഇത് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പരിപാടി കഴിഞ്ഞു, ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ പാകിസ്ഥാൻ, അവിടെ ബോർഡറാണ്. ഇവിടെ ഈ ലൈനിലായിരുന്നു ഫുൾ ഷോയും കാര്യങ്ങളും. ഇന്ത്യയിൽ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, പാകിസ്ഥാനിൽ ആളേ ഇല്ല. ഇന്ത്യയിൽ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. നമ്മൾ രാവിലെ വന്ന ഗോൾഡൻ ടെമ്പിൾ നമ്മൾ നൈറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. കിടിലാണ്, ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല അല്ലേടാ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ. രാവിലെ വന്ന സ്ഥലമൊന്നേ തോന്നൂല. രാവിലെ വന്നതാണ്, പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ വേറൊരു രാത്രി ഒരു കൊട്ടാര ഫീല്. ലൈറ്റൊക്കെ ഇട്ട്
കണ്ടിട്ട് ഒരു രാജവീതിയിലൂടെ നടക്കണ ഫീല്. ആൾക്കാർക്ക് എണ്ണം കുറവൊന്നുമില്ല, ക്രൗഡ് നല്ല എണ്ണം ഉണ്ട്. നൈറ്റ് കുറച്ചുകൂടെ ക്രൗഡായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അമൃത്സറിലെ കാഴ്ചകൾ ഇന്നത്തോടെ ഇവിടെ തീരുകയാണ്. നമ്മളിന്ന് നൈറ്റ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ധർമ്മശാലയിലേക്ക് പോകണം. രാവിലെ 5 മണിയാകുമ്പോൾ ധർമ്മശാലയിലെത്തും. അപ്പോൾ ഇന്നിവിടെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ഐക്കൺ. അപ്പോൾ ഓക്കെ ബൈ.